സാറേ, ഇന്നലെ പാകിസ്ഥാനിലെ ഒരു മദ്രസയിലുണ്ടായ സ്ഫോടനത്തിൽ 5 പേർ കൊല്ലപ്പെടുകയും അതോടൊപ്പം തന്നെ 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ വളർത്തിയ ഭീകരവാദികൾ ഇപ്പോൾ അവർക്ക് നേരെ തിരിയുകയാണോ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? അത് മതം ഒരു രാഷ്ട്രത്തെ എപ്പോൾ വിഴുങ്ങുന്നു അതോടുകൂടി ആ രാഷ്ട്രം അധപതനത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് ഈ ലോക ചരിത്രം നോക്കിയാൽ മുഴുവൻ നമുക്ക് കാണാൻ കഴിയുന്നത്. പാകിസ്ഥാന് 47 വിഭജിക്കപ്പെട്ട് വന്ന ആ ഘട്ടത്തിൽ മുഹമ്മദ് അലി ജിന്ന സത്യത്തിന് പാകിസ്ഥാനെ ഒരു സെക്കുലർ രാഷ്ട്രമാക്കി നിലനിർത്താനാണ് യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചത്. പക്ഷേ ചരിത്രത്തിൽ പല സംഭവങ്ങളും നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. മുഹമ്മദ് അലി ജിന്നയെ ഒരു കടുത്ത മതമൗലികവാദിയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ പുനഃപരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. അതൊരു മതമൗലികവാദിയെ ആയിരുന്നില്ല. മുഹമ്മദ് അലി ജിന്ന ഈത്തിസ്റ്റാണ്, നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹം പന്നിമാംസം കഴിക്കുമായിരുന്നു, മദ്യപിക്കുമായിരുന്നു, പുകവലിക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ഇസ്ലാമിക ജീവിത രീതി അനുസരിച്ച് ജീവിക്കുന്ന ഒരാളെ ആയിരുന്നില്ല. ഇന്ത്യയിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലും മഹാത്മാഗാന്ധിക്കുണ്ടായ തന്ത്രപരമായ ചില പിഴവുമാണ് മുഹമ്മദ് അലി ജിന്നയെ കോൺഗ്രസിൽ നിന്ന് മാറ്റിയത്. നമ്മുടെ വിഷയം അതല്ല, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടെ മുഹമ്മദ് അലി ജിന്നയ്ക്ക് ശേഷം വന്ന ഭരണകർത്താക്കൾ ഇസ്ലാമിനെ പാകിസ്ഥാൻ്റെ ദേശീയ മതമായിട്ട് പ്രഖ്യാപിച്ചു. പിന്നീട് അവിടെ നടന്നത് മുഴുവൻ ഇതര മതസ്ഥരോടുള്ള ഒരു ക്രൂരതയായിരുന്നു. പാകിസ്ഥാന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 12-13% ഹിന്ദുക്കളുണ്ടായിരുന്നു. ഇപ്പം 2% താഴെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതെല്ലാമായി ഇസ്ലാം മത വിശ്വാസം പ്രഖ്യാപിച്ചിട്ടും ഇസ്ലാമിനെ ദേശീയ മതമായി പ്രഖ്യാപിച്ചിട്ടും പാകിസ്ഥാന് സമാധാനം കിട്ടുന്നില്ലല്ലോ. അപ്പം മതം സമാധാനത്തിന് ഉള്ള അനിവാര്യമായൊരു ഘടകമല്ല. തന്നെയല്ല, മതം എപ്പോഴും ഒരു രാഷ്ട്രത്തിന് ഭീഷണിയായിട്ട് മാറുകയുള്ളൂ. അല്ല, അവിടെ മതത്തിൻ്റെ പേരിൽ രൂപം കൊള്ളുന്ന ഒരു രാഷ്ട്രത്തിനും സമാധാനം ഉണ്ടാക്കാൻ പറ്റില്ല. അത് ചരിത്രത്തിൽ അങ്ങനെയാണ് കാണുന്നത്. പാകിസ്ഥാനിൽ ഇപ്പം സ്ഫോടനമുണ്ടായത് പാക്തൂൺസ്ഥാനിലാണ് ഉണ്ടായത്. അവിടെ ഈ തീവ്രവാദികളുടെ ഒരു കേന്ദ്രമാണ് പാകിസ്ഥാൻ. നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് ഇവിടെ ഇരുന്ന് നമ്മൾ കാണുന്ന പാകിസ്ഥാനിലെ യഥാർത്ഥ പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫോഴ്സ് എത്രയോ കാലമായി പാകിസ്ഥാനിൽ നിന്ന് വിട്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അവർ നിരന്തരം ഈ പാകിസ്ഥാൻ സൈന്യത്തെ കൊലപ്പെടുത്തുകയാണ് ഇപ്പോൾ. ഉണ്ടല്ലോ. കാരണം അവർക്കൊരു വേറെ രാജ്യമായി നിന്നാൽ ഇറാനുമായിട്ടും അഫ്ഗാനിസ്ഥാനുമായിട്ടും ഒക്കെ ബന്ധം പുലർത്താം. ലോക വ്യാവസായിക വാണിജ്യ രംഗത്ത് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. കാരണം ഇഷ്ടംപോലെ മിനറൽസ് ഉള്ളൊരു സ്ഥലമാണ് ഈ ബലൂചിസ്ഥാൻ. അപ്പോൾ ബലൂചി ജനതയെ കൊള്ളയടിച്ചാണ് പാകിസ്ഥാൻ സൈന്യം ഇവിടെ നിൽക്കുന്നത്. അതിനെതിരായിട്ടാണ് അവർ പ്രതികരിക്കുന്നത്. അപ്പം ബലൂചിസ്ഥാൻ അങ്ങനെയാണ്. പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലെ ആളുകൾ ദാരിദ്ര്യത്തിൽ കഴിയുന്നവരാണ്. അവർ കാണുകയാണ് തൊട്ടപ്പുറത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങളടക്കമുള്ള ആളുകൾ എത്ര മനോഹരമായിട്ടാണ് ജീവിക്കുന്നതെന്ന് അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ തന്നെ പാകിസ്ഥാനെതിരാണ് അവിടെ പാക് ഒക്കുപ്പൈഡിലെ കാശ്മീരികൾ. പിന്നുള്ളത് പഞ്ചാബ് പ്രവിശ്യയുണ്ട്, സിന്ധ് പ്രവിശ്യയുണ്ട്. അങ്ങനെ അവിടെ കൊച്ചു നമ്മുടെ പല മേഖലകളൊക്കെ പോലെ തന്നെ. അപ്പോൾ പാകിസ്ഥാനെ നേരിടുന്ന വലിയൊരു പ്രശ്നം, പാകിസ്ഥാൻ്റെ നിയന്ത്രണം സൈന്യത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ സൈന്യം ഒരു ജനാധിപത്യപരമായ ഒരു പ്രവർത്തനത്തിനെയും അംഗീകരിക്കില്ല. അങ്ങനെ വരുമ്പോൾ അടിച്ചമർത്തപ്പെട്ട വിഭാഗം, ഇസ്ലാം മതം എന്ന് പറയുമ്പോൾ ഇസ്ലാം മതത്തിൽ തന്നെ ഒരുപാട് വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, അതുപോലെ തന്നെ മുജാഹിറുകളുണ്ട്. പിന്നെ ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ വിഭാഗങ്ങൾ. പിന്നെ ഇവിടെ നമ്മൾ സുന്നി മുസ്ലിമുണ്ട്, ഷിയ മുസ്ലിമുണ്ട്, അഹമ്മദീയരുണ്ട്. അപ്പോൾ പാകിസ്ഥാനിലെ ഹിന്ദുക്കളെ പോലെ തന്നെ പീഡിപ്പിക്കപ്പെടുന്നൊരു വിഭാഗമാണ് അഹമ്മദീയ മുസ്ലിംസ്. അപ്പോൾ അഹമ്മദീയ മുസ്ലിംസിൻ്റെ മോസ്കിൽ അവർ നിസ്കരിച്ചുകൊണ്ടിരുന്ന ഘട്ടത്തിൽ ഭീകരന്മാർ കടന്നു ചെന്ന് പുറകിൽ നിന്ന് അവരെ വെടിവെച്ച് കൊന്നു. പള്ളിയിലാണ് വെടിവെച്ച് കൊല്ലുന്നതല്ല, ഈശ്വരനെ ആരാധിച്ചുകൊണ്ടിരുന്നവരെയാണ് വെടിവെച്ച് കൊല്ലുന്നതെന്നാലും ഇവിടെ നടന്നതല്ലേ. പാക്തൂൺസ്ഥാനിൽ നടന്നതും അവിടെ പ്രത്യേകിച്ച് റംസാൻ മാസത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ ഇടയിലാണ് ഇവർ ഈ ചാവേർ ബോംബ് സ്ഫോടനം നടത്തിയത്. അപ്പോൾ പാകിസ്ഥാന് മതത്തിൻ്റെ പേരിൽ അതിനെ ദുരുപയോഗപ്പെടുത്തി നിലനിന്നൊരു രാജ്യമാണ്. ആ മതം തന്നെ പാകിസ്ഥാനെ അന്ത്യത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതിന് തർക്കമൊന്നുമില്ല. അല്ല, അങ്ങനെ ഇരിക്കുമ്പോഴും ഈ പാകിസ്ഥാൻ ഈ മറ്റു രാജ്യങ്ങൾക്കെതിരെയാണല്ലോ ഈ ഭീകരവാദം വളർത്താനായി സ്വന്തം മണ്ണ് വിട്ടുകൊടുത്തത്. എന്നിട്ടിപ്പോൾ അവർ എന്തുകൊണ്ടാണ് ഈ കൈവിട്ടു പോയ അവസ്ഥയിലേക്ക് വന്നത്? അവരെ ഭീകരവാദം വളർത്തിയതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇന്ത്യയെ തകർക്കുക എന്നുള്ളതായിരുന്നു. ഇന്ത്യയെ തകർക്കാൻ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമായിരുന്നു അടുത്ത സമയം വരെ ഉണ്ടായിരുന്നത്. ഏതാണ്ട് 2014 വരെ ഇന്ത്യയെ തകർക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ജമ്മു കാശ്മീരിലെ ഭീകരന്മാരെ സംരക്ഷിക്കുകയും അവരുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി മനുഷ്യാവകാശ സംഘടന എന്ന് പറയുന്നത് ഭീകരൻ്റെ അവകാശമാണ്. അവർ കൊല്ലുന്നതിൻ്റെ ഒരു മനുഷ്യാവകാശമില്ല.
അപ്പോൾ മനുഷ്യാവകാശം എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്ന കുറേ നികൃഷ്ട ജീവികൾ അവരാണ് ഈ പിന്നെ അവിടെ കാശ്മീരിലെ ഇത്രമാത്രം ഭീകരപ്രവർത്തനങ്ങൾക്ക് വളവും വെള്ളവും കൊടുത്തവരാണ്. അവരെ ഇപ്പോഴും നമ്മൾ എന്തിനാണ് ഒരു മനുഷ്യാവകാശ സംഘടന, ഈ മനുഷ്യാവകാശ സംഘടനകളിലെ നല്ലൊരു ശതമാനം സംഘടനകളും ഇടതുപക്ഷ തീവ്രവാദത്തെയും അതുപോലെ തന്നെ മതമൗലികവാദത്തെയും ഇസ്ലാമിക് ടെററിസത്തിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനകളാണ്. എവിടെയും ചെന്നാൽ നമുക്ക് അവസാനം കാണാൻ പറ്റുന്നത് ഇവിടെയാണ്. ഇപ്പം കോയമ്പത്തൂർ സ്ഫോടനമുണ്ടാക്കിയ അൽ ഉമയുടെ നേതാവിൻ്റെ വീട്ടിലെത്തിയ ഒരു മനുഷ്യാവകാശ സംഘടനയുടെ പ്രവർത്തകൻ അവിടെ പോയ ചിത്രമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവർക്ക് കൃത്യമായ അജണ്ടയുണ്ട്. ഇത്തരം ആളുകളെ നിഷ്കരണം അടിച്ചമർത്തുകയല്ലാതെ അവിടെ ജനാധിപത്യമൊന്നും നോക്കിയിട്ടൊന്നും കാര്യമില്ല. ഇപ്പോൾ SDP പോപ്പുലർ ഫ്രണ്ട് എത്ര ശക്തമായി നമ്മുടെ സംസ്ഥാനത്ത് നിന്നു അവരുടെ റൂട്ട് മാർച്ചൊക്കെ വരുമ്പോൾ വളരെ ഡിസിപ്ലിൻഡ് വരുന്നു. നല്ല റൂട്ട് മാർച്ച്, അവർ പട്ടാളം മാർച്ച് ചെയ്തവരൊക്കെ തന്നെയാണ് അവർ മാർച്ച് ചെയ്തിരുന്നത്. അവർ അധ്യാപകൻ്റെ കൈവെട്ടി, അപ്പോഴും ഗവൺമെൻറ് നിസ്സഹമായി നോക്കിയിരുന്നു. അധ്യാപകനെ അവസാനം അദ്ദേഹത്തിൻ്റെ പള്ളി തന്നെ അള്ളി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു. എനിക്ക് കൈവെട്ടിയ ഈ പോപ്പുലർ ഫ്രണ്ടുകാരെക്കാൾ ഞാൻ വെറുക്കുന്നത് അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞ സഭാ മത മേലധ്യക്ഷന്മാരെയാണ്. മനുഷ്യരായിട്ട് പോലും ഞാൻ പരിഗണിക്കുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്നത് എന്താണ്, ആലപ്പുഴ വന്നു, പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചു. ഒരു ഫൈൻ മോർണിംഗിൽ എന്താ സംഭവിച്ചു? രാത്രി 2 മണി തൊട്ട് വെളുപ്പിനെ 4:30 വരെ നിന്ന ഒരു ഓപ്പറേഷനിൽ ആ സംഘടന തന്നെ ഇല്ലാതായിപ്പോയില്ലേ? ആ സംഘടനയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഒരാളെങ്കിലും പറയണ്ടേ ഇവരുടെ ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നു, അവരെ കോടതിയിൽ ഹാജരാക്കണ്ടേ, അവരുടെ കൃത്യമായിട്ട് അവരുടെ തെറ്റെന്താണ് ചെയ്തത്, അവർക്ക് കുറ്റപത്രം കൊടുക്കണ്ടേ എന്നൊന്നും ആരും പറയാത്ത എന്താണ്? പൊതുസമൂഹത്തിന് ഇഷ്ടമല്ല. പൊതുസമൂഹം വെറുപ്പോട് ആണ് കാണുന്നത്. ആദ്യം ഭയത്തോട് കാണും, ഭയത്തിൽ നിന്നുണ്ടാകുന്ന വെറുപ്പും അവജ്ഞയും വരും. ജനാധിപത്യത്തിൽ ആദ്യം ഭയമായിരിക്കും, ഭയക്കാൻ കാര്യമില്ലെന്ന് ബോധ്യമാകുമ്പോഴത് വെറുപ്പാകും, പിന്നെ അത് അവജ്ഞയാകും. ആ ലെവലിലല്ലേ ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പാകിസ്ഥാനിലും അതാണ് സംഭവിക്കുന്നത്. പാകിസ്ഥാൻ പട്ടാളം ഊട്ടി വളർത്തി പാല് കൊടുത്ത് വളർത്തിയ ഭീകരന്മാർ പാകിസ്ഥാന് തന്നെ ഭീഷണിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പം തന്നെ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിലെത്തി. പാകിസ്ഥാൻകാരത് വലിയ ആഘോഷിച്ചു. താലിബാൻ അവിടെ എത്തിയപ്പോൾ അവരെന്താ ചെയ്തത്? അവിടെ പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് ഈ ഗവൺമെൻറ്, മോദി ഗവൺമെൻറ് ഗോതമ്പ് കൊടുത്തയച്ചു. ആ ഗോതമ്പ് ഇവർ തട്ടിയെടുത്ത് കൊടുക്കാൻ സമ്മതിച്ചില്ല. അന്ന് മുതൽ അഫ്ഗാനിസ്ഥാൻകാരന് മനസ്സിലായി, താലിബാന് മനസ്സിലായി അവരുടെ ശത്രു ഇന്ത്യയല്ല മറിച്ച് പാകിസ്ഥാനെന്ന് മനസ്സിലായി. ഇപ്പോൾ താലിബാൻ ഇന്ത്യയുമായിട്ട് സന്ധി സംഭാഷണം. അതെങ്ങനെയാണ് കൊണ്ടുപോകുന്നതിനിടയിൽ പാകിസ്ഥാൻ തട്ടിയെടുക്കുകയാണ് ചെയ്തത്. കൊണ്ടുപോകുന്ന തടഞ്ഞു, കുറച്ച് തട്ടിയെടുത്തു. ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം താലിബാൻ ആഗ്രഹിക്കുന്നത് പാകിസ്ഥാൻ്റെ കുറച്ച് പ്രദേശം കൂടി ഉൾപ്പെടുത്തി അഫ്ഗാനിസ്ഥാൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ വളർത്തിയെടുത്ത താലിബാൻ തന്നെ അവർക്ക് ഭീഷണിയായിട്ട് മാറുകയാണ്. ഭീകരവാദത്തെ ആര് പ്രോത്സാഹിപ്പിക്കുന്നോ അവർക്ക് വില കൊടുക്കേണ്ടി വരും. ഇപ്പോൾ പല പ്രവിശ്യകളും സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ കൈവിട്ടൊരവസ്ഥയാണല്ലേ? അതെ, പാകിസ്ഥാൻ്റെ പല പ്രവിശ്യകളും അവരിൽ നിന്ന് കൈവിട്ട് പോയ അവസ്ഥയാണ്. ഏതോ ഒരു പ്രസിദ്ധീകരണത്തിൽ ഞാൻ വായിച്ചത് അവിടെ കരം പിടിക്കാൻ പോലും ഗവൺമെൻറ് ഒഫീഷ്യൽസിന് പോകാൻ പറ്റില്ലെന്നാണ്. അവിടുത്തെ ചില പ്രാദേശിക ഭീകര സംഘടനകളാണ് അവിടെ കരം പിരിക്കുന്നതും ലോ ആൻഡ് ഓർഡർ നടപ്പാക്കുന്നതും ഒക്കെ അവരെയാണ്. പാകിസ്ഥാൻ ഇത് എന്തുകൊണ്ടായിരിക്കും പുതിയ കാലത്ത് ഈ പാകിസ്ഥാൻ സാമ്പത്തികമായും സൈനികമായും എല്ലാം പൂർണ്ണമായി തകരാനുള്ള കാരണം എന്തായിരിക്കും? പൂർണ്ണമായി തകരാനുള്ള കാരണം ഇന്ത്യയുമായിട്ട് നടത്തിയ യുദ്ധം തന്നെ. ഒരു യുദ്ധം നടത്തുന്ന എത്ര കോടി രൂപ വേണം? അല്ല, ഇപ്പോൾ ഈ ഇടക്കാലത്ത് അത് കൂടുതൽ വർദ്ധിച്ചല്ലോ. ഇപ്പോൾ ഒരു വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് വാർത്തയെല്ലാം വന്നു. അവിടെ ഇപ്പോൾ വിമാനത്തിൽ യാത്രക്കാരില്ലാത്ത അവസ്ഥയായിട്ടുണ്ട്. കാരണം സാമ്പത്തികമായി അത്രയും ഞെരുക്കത്തിലാണ് ആ സർക്കാർ പോകുന്നത്, ജനങ്ങളും പോകുന്നത്. അല്ല, പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിക്ക് തന്നെ ഒരു വിദേശ രാജ്യം സഞ്ചരിക്കാൻ സൗദി അറേബ്യയിൽ നിന്ന് വിമാനം കൊടുത്തേക്കേണ്ട സ്ഥിതി വന്നു. കാരണം പണമില്ല. അപ്പോൾ ഈ പാകിസ്ഥാൻ സമ്പന്നമായ രാജ്യമാണ്. ഈ നമ്മുടെ സിന്ധു ഗംഗാ സമതലം പോലെ സിന്ധു നദി ഒഴുകുന്ന സമതലമാണ് ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ. പാകിസ്ഥാൻ വളരെ ഫെർട്ടൈലുള്ള സ്ഥലമാണ്. പഞ്ചാബും ഒക്കെ നമ്മുടെ പഞ്ചാബ് പോലെ തന്നെ നല്ല ഫെർട്ടൈലുള്ള സ്ഥലമാണ്. അപ്പോൾ പക്ഷേ അവിടെയുള്ള പ്രോബ്ലം, പാകിസ്ഥാൻ അമേരിക്ക കൊടുത്തിരുന്ന എയ്ഡ് മുഴുവൻ കൊണ്ടുപോയിരുന്നത് പാകിസ്ഥാൻ പട്ടാളമാണ്. പാകിസ്ഥാനിലെ ഭരണാധികാരികളും പാകിസ്ഥാനിലെ പട്ടാളക്കാരും അമേരിക്ക കൊടുത്ത ധനസഹായം. എന്തിനാണ് അമേരിക്ക ധനസഹായം കൊടുത്തത്? ഇന്ത്യയെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ, ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ അമേരിക്ക കൊടുത്ത മുഴുവൻ പണവും ചെന്നെത്തിയത് ആത്യന്തികമായിട്ട് പട്ടാളക്കാരുടെ കയ്യിലും രാഷ്ട്രീയക്കാരുടെ കയ്യിലുമാണ്. സാധാരണക്കാർക്ക് ഒരു ഗുണം അതുകൊണ്ടുണ്ടായില്ല. ഫലത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ വികസനമില്ലാത്തൊരു രാജ്യമായി പാകിസ്ഥാൻ മാറി. അപ്പോൾ പാകിസ്ഥാന് ക്രിക്കറ്റ് കളിച്ച് പാകിസ്ഥാൻ ജയിക്കട്ടെ. ക്രിക്കറ്റിൽ നമ്മൾ രാഷ്ട്രീയമൊന്നുമില്ല. പക്ഷേ പാകിസ്ഥാൻ ക്രിക്കറ്റ് കളിച്ച് ജയിക്കുമ്പോൾ അത് ആഘോഷിക്കുന്നവരുടെ നാടായിട്ട് ഇന്ത്യ മാറിയില്ലേ കുറേ കാലം.
പാകിസ്ഥാൻ ക്രിക്കറ്റ് കളിച്ച് ജയിച്ചു ആഘോഷിക്കും. അങ്ങനെയാണെങ്കിൽ വെസ്റ്റ് ഇൻഡീസ് കളിച്ച് ജയിക്കുമ്പോഴും ഇംഗ്ലണ്ട് കളിച്ച് ജയിക്കുമ്പോഴും അവരത് ആഘോഷിക്കണ്ടേ? അത് ആഘോഷിക്കുന്നില്ലല്ലോ. ആര് ജയിച്ചാലും ആഘോഷിക്കുന്നല്ലേ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതല്ല ഞാൻ പറഞ്ഞു വന്നത്, അത്തരം ചില മതമൗലികവാദം ഇന്ത്യയിലുമുണ്ട്. അതിനെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ ശക്തികളുണ്ട്. വിദേശ ശക്തികളിൽ നിന്ന് പണം വാങ്ങി ഈ രാജ്യത്ത് മതമൗലികവാദം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരണ കൊടുക്കുന്ന ജനാധിപത്യ പാർട്ടികൾ നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പാകിസ്ഥാനിൽ നടന്ന സ്ഫോടനം ഒരു സൂചനയാണ്. ഇത് നമ്മുടെ രാജ്യത്ത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് തന്നെ ഇത്തരം ഭീകരവാദത്തെയും വിഘടനവാദത്തെയും അടിച്ചമർത്തുക തന്നെ വേണം. അതോടൊപ്പം തന്നെ ഈ മനുഷ്യാവകാശ സംഘടന എന്ന പേരിൽ മുഖംമൂടിയിട്ട് നടക്കുന്ന ഭീകരവാദത്തെ പ്രേരിപ്പിക്കുന്ന സംഘടനയെ തുറന്നു കാണിക്കാനും ഗവൺമെൻറ്റിന് കഴിയണം. എങ്കിൽ മാത്രമേ ആത്യന്തികമായി നമുക്ക് നമ്മുടെ രാജ്യത്ത് സമാധാനം ഉണ്ടാക്കാൻ പറ്റൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.